ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശരത്ത് തൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലായിട്ട് ആൻ്റണിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരത്തിൻ്റെ ബാഗിൽ നിന്നും ഒരുപാട് ബന്ധിക്കുപ്പികളും സിഗരറ്റും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. ഈ വിവരം നമ്മുടെ രേവതിയുടെ അമ്മ രേവതിയെ വിളിച്ച് പറയുന്നുണ്ട്. രേവതിക്ക് അപ്പോൾ നല്ല ദേഷ്യം കയറിയിരിക്കുകയാണ്. ആൻ്റണിയായിട്ടുള്ള കൂട്ടുകെട്ട് കാരണമാണ് ശരത്ത് ചീത്താവുന്നതെന്ന് ഓർത്തിട്ട് രേവതി നേരെ ആൻ്റണിയുടെ ഓഫീസിലോട്ട് പോവുകയാണ്. അവിടെ ആൻ്റണി ആണെങ്കിൽ എടാ ഈ ശരത്ത് എവിടെടാ, കുറേ നേരമായല്ലോ, ചിട്ടി പിരിക്കാൻ പോകാനുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് രേവതി കയറി വരുന്നത്. എന്തിനാ ശരത്തിനെ അന്വേഷിക്കുന്നത്? അവൻ്റെ ജീവിതം ഇനിയും നശിപ്പിക്കാനാണോ എന്ന് ചോദിച്ചിട്ട് രേവതി കലിതുള്ളി വരുവാണേ. അപ്പോഴേക്കും ആൻ്റണിയുടെ കൂട്ടുകാരായ ഗുണ്ടകളൊക്കെ പുറത്തുനിന്നും വരുന്നുണ്ട്. ആൻ്റണി ചേട്ടാ, ഞങ്ങൾ ഒരുപാട് തടയാൻ നോക്കി, പക്ഷേ നിൽക്കുന്നില്ല, അകത്തോട്ട് തള്ളിക്കയറി വരുവാന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, വിട്ടേക്കടാ, ഇത് നമ്മുടെ ശരത്തിൻ്റെ ചേച്ചിയല്ലേ, ശരത്തിൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചിയാന്ന് പറയുവാണേ ആൻ്റണി. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഹാ നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞോ, ഇങ്ങനെ ഓരോന്നും പറഞ്ഞാൽ നീ ശരത്തിനെ മയക്കി വെച്ചിരിക്കുന്നത്. നിന്റെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ നിന്റെ ചേച്ചിയല്ല. നീ എന്ന് അവൻ്റെ ജീവിതത്തിലോട്ട് വന്നോ അന്ന് അവൻ്റെ ജീവിതം വഴിതെറ്റി പോയതാന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഞാൻ എന്ത് വഴിതെറ്റിച്ചെന്നാ ചേച്ചി പറയുന്നത്? എന്നെ എപ്പോൾ കണ്ടാലും ഈ ചേച്ചിക്ക് ഇങ്ങനെ മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുവാണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞങ്ങളെ നല്ല രീതിയിൽ വളർത്തിയ പയ്യനാ അത്, എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയതാ അവനെ. നീ അവൻ്റെ ജീവിതത്തിലോട്ട് നിന്നായിട്ടുള്ള കൂട്ടുകെട്ടാണ് അവനെ ചീത്താക്കിയത്. ഇപ്പം അവൻ സിഗരറ്റ് വരെ വലിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, അവൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ചോദിക്കണം, അല്ലാതെ ചേച്ചി എന്നോട് വന്നല്ല ചോദിക്കേണ്ടത്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി അവൻ എൻ്റെ ഓഫീസിൽ വന്നപ്പോഴാണ് കിട്ടിയത്. ഇവിടുത്തെ ശമ്പളം കൊണ്ട് അവൻ ഈ ജീവിക്കുന്നത്. അതിനെന്നോട് നന്ദിയല്ലേ പറയേണ്ടത്? പകരം എന്നെ കാണുമ്പോൾ ഇങ്ങനെ തുള്ളി തുള്ളിയാണ് വരണ്ടേന്നൊക്കെ പറഞ്ഞ് ആൻ്റണി കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുവാണ്. രേവതിക്ക് അത് കേൾക്കുമ്പോഴേക്കും ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. പിന്നെ നിൻ്റെ കയ്യിൽ നിന്ന് സമ്പാദിക്കുന്ന പൈസ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുന്നില്ല. അവൻ ചീത്താവുക മാത്രമേ ഉള്ളൂ. അവൻ അത് മനസ്സിലാക്കുന്നില്ല. മര്യാദയ്ക്ക് എൻ്റെ അനിയനായിട്ടുള്ള കൂട്ടുകെട്ട് നീ ഉപേക്ഷിക്കുന്നതാ നല്ലതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ഉപേക്ഷിക്കുന്നത് ചേച്ചി? ചേച്ചി ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പോയി നിങ്ങളുടെ അനിയനോട് പറയാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലടാ പെറുക്കി എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണിക്ക് ദേഷ്യം വരുവാണേ. ദേ, ശരത്തിൻ്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത്. ഇനി എന്നോട് ഇതുപോലത്തെ ഓവർ സ്മാർട്ട്നെസ് കാണിക്കാൻ വന്നാൽ ഞാൻ നിൻ്റെ വെറുതെ വിടില്ല, ഇറങ്ങിപ്പോടി എൻ്റെ ഓഫീസിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആരെയാടാ നീ എടി പോടി ഇറങ്ങി പോടി എന്നൊക്കെ പറയുന്നത്? നിന്നെ ഞാൻ കാണിച്ചു തരാടാ, നിന്റെ മുഖത്തൊക്കെ ചെരിപ്പൂരി തല്ലണം, എന്നാലേ നീയൊക്കെ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതി കാലിൽ നിന്ന് ചെരിപ്പൂരി ആൻ്റണിയെ അടിക്കാൻ വേണ്ടി പോവാണേ. ആൻ്റണി ആണെങ്കിൽ അത് തടുത്ത് രേവതി ഒറ്റ തള്ളു വെച്ച് തള്ളുവാണ്. നീ എന്താടി ഈ കാണിക്കുന്നത്? നിന്റെ ശരത്തിൻ്റെ ചേച്ചി ആയതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വരുന്നു എന്ന് പറഞ്ഞ് രേവതി ഒറ്റ തള്ളുവാണ്. രേവതിയുടെ തല അവിടെയുള്ള ഗ്ലാസ്സിൽ പോയി ഇടിക്കുവാണ്. തല നല്ലോണം പൊട്ടുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മുടെ സച്ചി കയറി വരുന്നത്. എടാന്ന് പറഞ്ഞിട്ട് ആൻ്റണിയുടെ ഗുണ്ടകളെയൊക്കെ തള്ളിയിട്ട് ആൻ്റണിയുടെ നേർക്ക് പോകുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈ വെക്കുമല്ലേടാന്ന് പറഞ്ഞ് ആൻ്റണിയെ ഒരുപാട് ഇടിക്കുവാണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ മതി, വേണ്ട സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും, നീ മാറി രേവതി, ഇവനെ എൻ്റെ ഭാര്യയുടെ ദേഹത്ത്, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ, അവളെ നീ തൊട്ടല്ലേടാന്നൊക്കെ പറഞ്ഞ് ആൻ്റണിയെ ഒരുപാട് തല്ലുന്നുണ്ടേ. അപ്പോഴേക്കും ആൻ്റണി ആണെങ്കിൽ കരയുന്നുണ്ട്, എടാ സച്ചി ഞാൻ ആദ്യം പറയട്ടെ, നിൻ്റെ ഭാര്യ ഇങ്ങോട്ട് വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴേക്കും, നീയൊക്കെ ഒരാണാണോ, പെണ്ണുങ്ങളുടെ ദേഹത്തൊക്കെ കൈവെക്കുന്നത് ശരിയാണോ? ഓ, ആണുങ്ങളില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പലിശ പിരിക്കുന്നതല്ലേടാ നിന്റെ ശീലം. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നീ എൻ്റെ രേവതിയുടെ അടുത്തോട്ട് വന്നാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആൻ്റണി ഒരുപാടിട്ട് തല്ലുവാണേ. മതി സച്ചിയേട്ടാ പോകാം എന്നൊക്കെ പറഞ്ഞ് രേവതി പിടിച്ച് മാറ്റുന്നുണ്ടേ. അപ്പോഴേക്കും രേവതിനോട് സച്ചി അപ്പോൾ ഈ തലപൊട്ടിയതൊന്നും കണ്ടിട്ടില്ലേ രേവതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേദന എടുത്തോ രേവതി? ഇവൻ നിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, അതൊന്നും സാരമില്ല സച്ചിയേട്ടാ, നമുക്ക് പോകാം, അവന് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ സച്ചിയേട്ടനും കൊടുത്തില്ലേ, നമുക്ക് പോകാം എന്നൊക്കെ പറയുവാണേ. അപ്പോൾ എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിൻ്റെ അമ്മ വിളിച്ചെന്നെ വിവരം പറഞ്ഞായിരുന്നു, അപ്പോഴേ എനിക്ക് തോന്നി നീ നേരെ ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നതെന്ന്. എന്തിനാ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഈ ആൻ്റണി ആയിട്ടുള്ള കൂട്ടുകെട്ട ശരത്തിനെ ചീത്താക്കുന്നതെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ രേവതി, നിൻ്റെ അനിയൻ എന്താ കൊച്ചു കുഞ്ഞാണോ? അവൻ അറിയില്ലേ ഏതാ നല്ല ആൾ ഏതാ ചീത്ത ആളെന്നൊക്കെ തിരിച്ചറിയാനുള്ളൊരു പ്രായമില്ലേ? നല്ല
കൂട്ടുകെട്ടും നല്ല സുഹൃത്ത് ബന്ധവും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അവനുണ്ട്. എന്നിട്ടും അവൻ ഇവൻ്റെ ആൻ്റണിയുടെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ അതിന് നിൻ്റെ അനിയനെ പറഞ്ഞാൽ പോരെ, വെറുതെ ആൻ്റണിയെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചൂടാവുകയാണ് രേവതിയോട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാ നമുക്ക് പോവാം, അവനെ കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ തോളത്ത് കൈയിടുമ്പോഴേക്കും സച്ചിയുടെ കൈയൊക്കെ നനയുവാണ്. നോക്കുമ്പോൾ ബ്ലഡ്. അപ്പോൾ സച്ചി എളുപ്പം രേവതിയെ തിരിച്ചു വെച്ച് നോക്കുമ്പോഴേക്കും തലപൊട്ടി ചോര ഒഴുകുവാണ്. അപ്പോൾ സച്ചി പറയും, രേവതി ഇതെന്താ തലക്കിൽ ചോര, ഇവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ഇല്ല സച്ചിയേട്ടാ കുഴപ്പമില്ല, വാ പോകാമെന്ന് പറയുവാണ്. സച്ചിക്ക് ചോരയും കൂടി കാണുമ്പോഴേക്കും ഒന്നുകൂടെ ഭ്രാന്തളകുവാണ്. ഓടിപ്പോയി ആൻ്റണിയുടെ കൈയും കാലും ഒടിച്ചു വെക്കുവാണ്. ആൻ്റണി വേദന കൊണ്ട് പുളയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിന്റെ നിഴൽ രേവതിയുടെയോ രേവതിയുടെ കുടുംബത്തിൻ്റെയോ ദേഹത്ത് പതിഞ്ഞു എന്ന് അറിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഒച്ചെടുക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്തിനാ ഇവനെ പോലുള്ളവനെ കൊന്ന് ജയിലിൽ പോകുന്നത്, ഇവനെ തൊട്ട അതിൻ്റെ നാണക്കേട് തന്നെ നമുക്കാ. എടാ സച്ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, ഇപ്പത്തേക്ക് നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു, ഇനിയും സച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ നിഴൽ വട്ടത്ത് പോലും നീ വന്നു പോകരുതെന്ന് രേവതിയും ഡയലോഗ് ഇറക്കുവാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ഓഫീസിൽ നിന്നും ഇറങ്ങി പോവാണ്. ആൻ്റണിയുടെ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലാണ്. രേവതിക്ക് മരുന്നൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, ചെറിയ പൊട്ടല, പിന്നെ നമുക്കൊരു സ്കാനിങ് ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോൾ സച്ചിക്ക് പേടിയാവാണ്. എന്താ ഡോക്ടർ, അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇല്ല, ഇനി നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാലോ സ്കാനിങ്ങിൽ, വേറെ കുഴപ്പമൊന്നുമില്ല, ഇതൊരു ചെറിയ പൊട്ടല, സ്റ്റിച്ചിങ് പോലും ഇല്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ രേവതിയെ സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് രേവതിയുടെ അമ്മ സച്ചിനെ ഫോണിൽ വിളിക്കുന്നത്. സച്ചി അപ്പോൾ നടന്ന വിവരങ്ങളൊക്കെ പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും അമ്മക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ എൻ്റെ രേവതി മോൾക്ക് എന്തെങ്കിലും പറ്റിയോ, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മയെ പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പൊട്ടല, അവളിപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടേയിരിക്കുക, അവൾ വരുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയുവാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇല്ല മോനെ, എനിക്ക് അതുവരെയൊന്നും നിൽക്കാൻ പറ്റില്ല, മോനെ ഏതാ ഹോസ്പിറ്റലെന്ന് പറ, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ ശരി അമ്മ വാ, അമ്മക്ക് സമാധാനം ആവുന്നുണ്ടെങ്കിൽ അമ്മ വന്നു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലെ പേരൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് അമ്മ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ശരത്ത് വരുന്നുണ്ട്, എന്താ അമ്മ എന്തിനീ നിന്ന് കരയുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും, പോടാ നീ എങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നടാ, ചാവടാ പോയി എന്ന് പറഞ്ഞ് ശരത്തിനെ ഒരുപാട് തല്ലുന്നുണ്ട്. അപ്പോൾ ശരത്തിന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്താ എന്തിനാ എന്നിങ്ങനെ തല്ലുന്നേ, എന്താ കാര്യം എന്ന് പറയാമെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞടാ ആ ആൻ്റണിയായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കാൻ, പക്ഷെ നിനക്കത് പറ്റുന്നില്ല, നീ ഈ കുടുംബത്തിലെ ഓരോരുത്തരെ ആയിട്ട് കൊന്നോണ്ടിരിക്കടാ, അപ്പോൾ നിനക്ക് സന്തോഷമാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ ശരത്ത് പറയും, അമ്മ എന്തിനാ ഇപ്പോൾ ആൻ്റണി ചേട്ടൻ്റെ കാര്യം ഇവിടെ എടുത്തിടുന്നേ, ആൻ്റണി ചേട്ടൻ്റെ കാര്യം എന്തിനാ എടുത്തിടുന്നേന്നോ, അവൻ എന്താ ചെയ്തതെന്നറിയോ, നിൻ്റെ ചേച്ചിയുടെ തല അടിച്ച് പൊട്ടിച്ചു എന്ന് പറയുവാണ്. ശരത്തിനത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഷോക്കാവുകയാണേ. ചേച്ചിയുടെ തല അടിച്ച് പൊട്ടിച്ചെന്നോ, ചേച്ചി എന്തിനാ ആൻ്റണി ചേട്ടൻ്റെ അടുത്ത് പോയത്? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ്റെ അടുത്ത് എന്തിനാ പോയതെന്നോ, നിൻ്റെ നല്ലതിന് വേണ്ടി, അവൾ നിൻ്റെ ചേച്ചിയായി പോയില്ലേ, അവൾക്ക് നിൻ്റെ ഭാവി ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട്, ആ ടെൻഷനിൽ ഞാൻ പറഞ്ഞിട്ട് അവൾ പോയെന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശരത്തിന് വിഷമാവുകയാണേ. അമ്മ പറയുന്നുണ്ട്, നീ സന്തോഷിക്കടാ, ആദ്യം നമ്മുടെ അച്ഛൻ പോയി, ഇപ്പോൾ രേവതി ചേച്ചി ഈ അവസ്ഥയിലാക്കി, നീ കുടുംബത്തിലെ ഓരോരുത്തരായിട്ട് കൊല്ല്, എന്നിട്ട് ലാസ്റ്റ് നിനക്ക് സുഖത്തോടെയും സന്തോഷത്തോടെയും കൂടി ആൻ്റണിയുടെ കൂടെ കറങ്ങി നടക്കാമല്ലോ, ചോദിക്കാനും പറയാനും ഒരാളും ഉണ്ടാവില്ല, നിനക്ക് സന്തോഷമായില്ലടാ, നീ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പൊട്ടിക്കരയുവാണേ. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവളാടാ അവൾ, എന്നിട്ട് അവൾക്ക് നോക്കി ഈ അവസ്ഥ, അവൾ എന്തോരം പ്രാവശ്യം പറഞ്ഞു നിന്നോട് ആൻ്റണിയുടെ കൂടെ കൂടരുതെന്ന്, നീ കേട്ടില്ലല്ലോ, എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ശരത്തെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്റെ കൈയും കാലും തല്ലി ഒടിക്കുകയോ അല്ലെങ്കിൽ നിന്നെ കൊല്ലുകയോ വരെ ഞാൻ ചെയ്യുമെന്നൊക്കെ അമ്മ പറയുവാണേ. ശരത്തിനും ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണല്ലോ, എത്രയൊക്കെ പറഞ്ഞാലും രേവതി ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് ശരത്തിന്. അപ്പോൾ രേവതി ചേച്ചിക്ക് ഇങ്ങനെ ഒരു അപകടം ആൻ്റണി മൂലം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ശരത്തിന് അങ്ങോട്ട് ദേഷ്യവും കരച്ചിലും എല്ലാം കൂടി വരുവാണ്. നേരെ പോവാണേ ശരത്ത് ആൻ്റണിയുടെ ഓഫീസിൽ പോകുമ്പോഴേക്കും ആൻ്റണി കൈയും കാലോട് ഞാൻ വേദനയും കൊണ്ടിരിക്കുവാണ്. ശരത്ത് ഓടിച്ചെന്നിട്ട് ആൻ്റണി ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എടാ ശരത്തെ കണ്ടില്ലേ, നിന്റെ സച്ചി എന്തായി ചെയ്ത് വെച്ചിരിക്കുന്നേന്ന്. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എത്രയല്ലേ ചെയ്തുള്ളൂ, അതിൽ നിങ്ങൾ സന്തോഷിക്കുമെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയും, ശരത്തെ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ, പിന്നല്ലാതെ നിങ്ങൾ എൻ്റെ ചേച്ചിയെ എന്താ ചെയ്തേ, എൻ്റെ ചേച്ചിയുടെ തല അടിച്ച് പൊട്ടിച്ചോ എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എടാ ശരത്തെ
അത് പിന്നെ നിൻ്റെ ചേച്ചി ഭയങ്കര ഓവറായിരുന്നടാ, ഇവിടെ വന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് അറിയുമെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എൻ്റെ ചേച്ചിയുടെ ദേഹത്ത് നിങ്ങൾ കൈ വെക്കുമെന്നൊക്കെ ചോദിച്ച് ശരത്ത് പൊട്ടിത്തെറിക്കുവാണേ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എടാ നിൻ്റെ ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ശരത്ത് പറയും, അപ്പം ഇപ്പം ചെയ്തതോ? ആ അത്രയല്ലേ ചെയ്തുള്ളൂ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താനായിരുന്നു? അല്ലെങ്കിൽ എന്ത് ചെയ്താനായിരുന്നു? എന്നെ ഒരു മര്യാദയില്ലാതെ എന്തൊക്കെയാണ് നിൻ്റെ ചേച്ചി വിളിച്ച് അധിക്ഷേപിച്ചതെന്നൊക്കെ അറിയുമെന്നൊക്കെ പറഞ്ഞ് ആൻ്റണി ചൂടാവുകയാണേ. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി പറഞ്ഞതൊക്കെ കാര്യമല്ലേ, ഞാൻ എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗം ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നിങ്ങളുടെ കൂടിയത്. അതെൻ്റെ കുടുംബത്തിലെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അവരുടെയൊക്കെ എതിർപ്പ് അവഗണിച്ചിട്ടും ഞാൻ ആൻ്റണി ചേട്ടൻ്റെ കൂടെയാണ് നിന്നത്. പക്ഷേ ആൻ്റണി ചേട്ടൻ ഇപ്പോൾ ചെയ്ത ഈ കാര്യം ഒട്ടും ശരിയായില്ല. എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന്, ഞങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ചേച്ചി ജീവിച്ചത് തന്നെ. ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തിയത് എൻ്റെ രേവതി ചേച്ചിയാണ്. ആ രേവതി ചേച്ചിയുടെ തലയായി ആൻ്റണി ചേട്ടൻ പൊട്ടിച്ചത്. മര്യാദക്ക് എൻ്റെ രേവതി ചേച്ചിയോട് മാപ്പ് പറയുവാണേ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഞാൻ എന്തിനു മാപ്പ് പറയണം? ഞാൻ മാപ്പൊന്നും പറയില്ല, അവൾ ഇങ്ങോട്ട് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് പറയുവാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എങ്ങോട്ട് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണെങ്കിലും എൻ്റെ ചേച്ചിയോട് ആൻ്റണി ചേട്ടൻ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ ശരത്തും ആൻ്റണിയും തമ്മിലുള്ള ബന്ധം ഇന്നത്തോടെ അവസാനിപ്പിക്കുകയെന്ന് പറയുവാണേ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ശരത്തെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആൻ്റണി ചേട്ടന് മാപ്പ് പറയാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി ഇല്ലയെന്ന് തന്നെ പറയുവാണേ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങളുടെ ബന്ധം ഇതോടെ തീർന്നു. ഇനി ആൻ്റണി എൻ്റെ മുമ്പിലോട്ടോ ഞാൻ ആൻ്റണിയുടെ മുമ്പിലോട്ടോ വരാൻ പോകുന്നില്ല, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ശരത്ത് ഓഫീസിൽ നിന്നും ഇറങ്ങുവാണേ. എന്നിട്ട് നേരെ പോകുന്നത് രേവതിയുടെ അടുത്തോട്ടാണ്. രേവതിയെ കണ്ട് അവിടെ വിഷമിച്ച് നിൽക്കുവാണ്. ശരത്തും അമ്മയും ദേവും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേവതിയെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. മോളെ എന്തു പറ്റി മോളെ, എങ്ങനെയുണ്ട്, വേദനയുണ്ടോ നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ചെറിയൊരു പൊട്ടലേ ഉള്ളൂ, അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എല്ലാം ഇവൻ കാരണമാണ്, ഇവനും ആ ആൻ്റണി എൻ്റെ അടുത്ത് കൂടരുതെന്ന് പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നില്ല, ഇവൻ ഞങ്ങളെല്ലാം കൊല്ലാൻ വേണ്ടി ഉണ്ടായതാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ ചീത്ത പറയുന്നുണ്ട്. ഈ ടൈം സച്ചി അവിടെ ഇല്ല കേട്ടോ. സച്ചി മരുന്ന് മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയിരിക്കുമായിരുന്നു. ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ട് സച്ചി മരുന്ന് മേടിച്ച് തിരിച്ചു വരുമ്പോൾ പുറത്ത് തന്നെ നിന്ന് ഇവരുടെ സംഭാഷണം കേൾക്കുവാണ്. അപ്പോൾ ശരത്തിനെ കുറ്റപ്പെടുത്തി അമ്മ പറയുമ്പോഴേക്കും ശരത്തൊന്നും മിണ്ടാതെ രേവതിയെ തന്നെ നോക്കിയിരിക്കുവാണ്. ശരത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുവാണ് രേവതിയെ കണ്ടിട്ട്. കാരണം താൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ചേച്ചിയാ അത്. ചേച്ചി എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് ശരത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എടാ എനിക്ക് നിൻ്റെ ഭാവി ഓർത്ത് നല്ല പേടിയുണ്ടാ, നിന്നിലായിരുന്നു എൻ്റെ പ്രതീക്ഷ, നീ അമ്മയും ദേവും നോക്കും എന്നുള്ളൊരു ഒറ്റ ഉറപ്പിലാണ് ഞാൻ കല്യാണം കഴിച്ചു പോയത് തന്നെ. നീ തന്നെ ഇങ്ങനെ കോളേജിലും പോവാതെ വഴിതെറ്റി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവോടാ, അതുകൊണ്ടാണ് ഞാൻ പോയെന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗം ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എന്തെങ്കിലും പണിക്ക് പോയത്. ആൻ്റണി ചേട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് നല്ല കാശും കിട്ടുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും വഴിക്ക് സമ്പാദിക്കുന്ന കാശൊന്നും വേണ്ട മോനെ, നല്ല മാർഗത്തിലൂടെ സമ്പാദിക്കുക, അത് മതി നമുക്ക്. നമ്മുടെ അച്ഛൻ നമ്മളെ അതല്ലേ പഠിപ്പിച്ചത്. മോൻ വഴിതെറ്റിപ്പോയാൽ എനിക്കതൊട്ടും സഹിക്കാൻ പറ്റില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് പറ്റുന്നില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് രേവതി പൊട്ടിക്കരയുവാണേ. അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട്, വേദനയുണ്ടോ എന്ന് പറഞ്ഞിട്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മോൻ വിഷമിക്കണ്ട, എനിക്ക് വേദനയൊന്നും ഇല്ലയെന്ന് പറയുവാണേ. രണ്ടുപേരും അങ്ങനെ പരസ്പരം ഭയങ്കര സ്നേഹമാവുകയാണ്, കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട്. ലാസ്റ്റ് ശരത്ത് വാക്ക് കൊടുക്കുന്നുണ്ട്, രേവതി ചേച്ചി ഇനി ഞാൻ ആൻ്റണി ചേട്ടൻ്റെ കൂടെ കൂടില്ല, രേവതി ചേച്ചിയുടെ സ്വപ്നങ്ങളൊക്കെ ഞാൻ സാക്ഷാത്കരിച്ച് തരും, രേവതി ചേച്ചി വിഷമിക്കരുത്, രേവതി ചേച്ചിയുടെ വേദനകളൊക്കെ എളുപ്പം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് പൊട്ടിക്കരയുവാണ്. ഇത്രയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.